നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യും. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ദ്രൗപദി ഹരണപർവമാണ് ഇന്നലെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ദ്രൗപദി ഹരണപർവം വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവരെ ഇതിന് മുമ്പുള്ള 2 വീഡിയോകൾ കേൾക്കുക. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു ഉപപർവത്തിലേക്ക് കിടക്കുകയാണ്. ജയദ്രഥ വിമോചന പർവം എന്നാണ് ആ പുതിയ പർവ്വത്തിൻ്റെ പേര്. അപ്പം ഇവിടെ വൈശമ്പായനാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനമേജയൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈശമ്പായനൻ കഥ തുടരുകയാണ്. ജയദ്രഥൻ ജീവനം കൊണ്ട് പായുന്ന സമയത്ത് ഭീമനും അർജുനനും തേരിൽ പുറകെ ഓടി ചെന്നിട്ട് അർജുനൻ വില്ല് ദൂരെ നിന്ന് അസ്ത്രങ്ങൾ അയച്ചിട്ട് ജയദ്രഥന്റെ കുതിരകളെ അമ്പെയ്ത് വീഴ്ത്തി. അങ്ങനെ ജയദ്രഥന്റെ തേര് മറിയാൻ തേരിൽ നിന്നും ചാടിയ ജയദ്രഥൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ പുറകെ ഓടിച്ചെന്ന ഭീമസേനൻ ഒറ്റ കുതിപ്പിൻ തന്നെ അവന്റെ മുടിയിൽ പിടിച്ചിട്ട് വലിച്ച് താഴേക്ക് അടിച്ചു. മുടിയിൽ പിടിച്ച് കറക്കി ശക്തിയായിട്ട് നിലത്തടിച്ചു. ആ പ്രഹരത്തിൽ അവന്റെ ബോധം കെട്ടുപോയി. ബോധം കെട്ട് കഴിഞ്ഞിട്ട് അവൻ ഒരു വിധത്തിൽ വീണ്ടും ബോധം ഉയർന്നു വന്ന സമയത്ത് ഭീമൻ കൈ ചുരുട്ടി അവന്റെ നെറുകയിൽ ഒരു ഇടിയും കൂടി കൊടുത്തു. അവ വീണ്ടും ബോധം കെട്ടു വീണു. വീണ്ടും അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഭീമൻ നടത്തിയ സമയത്ത് പെട്ടെന്ന് അർജുനൻ ചെന്നിട്ട് ഭീമനെ തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് നമ്മളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കണം. ദുശ്ശലയുടെ ഭർത്താവിനായിട്ടുള്ള ഇവനെ കൊല്ലാതെ കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദയവേത് അങ്ങ് ഇവനെ കൊല്ലരുത്. ഇത് കേട്ട് കഴിയുമ്പോൾ ഭീമന് തന്റെ കലി അടക്കുന്നുണ്ടാവുന്നില്ല. നിന്റെയും ജ്യേഷ്ഠന്റെയും ഈ ധർമ്മബുദ്ധി കാരണമാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയെല്ലാം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അതിവായിട്ടുള്ള കോപത്തോട് കൂടിയിട്ട് ഭീമൻ കോപമുണ്ടെങ്കിലും തന്റെ ജ്യേഷ്ഠന്റെ വാക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ ആ മർദ്ദനം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ആ സമയത്ത് ചന്ദ്രകലയുള്ള വാള് പോലെയുള്ള അമ്പെടുത്തിട്ട് അമ്പിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ജയദ്രഥന്റെ തല മുണ്ടനം ചെയ്തിട്ട് 5 കുടുമികൾ വെച്ചു. അതായത് വികൃതി രൂപിയാക്കി മാറ്റി അവൻ. അങ്ങനെ ബോധമുണർന്നിട്ടുള്ള അവനെ ഭീമൻ തുറിച്ച കണ്ണുകൊണ്ട് നോക്കി ഒരു അലർച്ച അലറി. അതുകൊണ്ട് ജയദ്രഥൻ പേടിച്ച് വിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഭീമൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ആൾക്കാർ കൂടുന്നിടത്തൊക്കെ നീ ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴേ ഞാൻ ഇവരുടെ ദാസനാണേ എന്ന് വിളിച്ച് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു നേരത്തെ വലിയ ഗീർവാണമൊക്കെ അടിച്ച ജയദ്രഥന്റെ അവസ്ഥ. ജയദ്രഥൻ അങ്ങനെ ഭീമൻ പറഞ്ഞ എല്ലാ ഉപാധികളെ സമ്മതിച്ചു. ഭീമൻ അവനെ ഒരു പന്ത് പോലെ ചുരുട്ടിക്കെട്ടി തന്റെ രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവര് വേഗത്തിൽ യുധിഷ്ഠിരന്റെ അടുത്ത് എത്തി. യുധിഷ്ഠിരന്റെ അടുത്ത് നിന്നും ഇവനെ ഇറക്കിക്കൊണ്ടു വന്നു. ഇവന്റെ ഈ തലയുടെ അവസ്ഥ കണ്ടിട്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രർക്ക് പോലും ചിരി അടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എല്ലാവരും ഉള്ളിലുള്ള ചിരി അടക്കി പിടിച്ചു വെച്ചു. അഹങ്കാരിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായതിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. ആ സമയത്ത് ധർമ്മപുത്രര് അവന്റെ കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചു അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്തത് വലിയൊരു അവിവേകമാണ്. യഥാർത്ഥത്തിൽ നീ വധിക്കപ്പെടേണ്ടവനാണ്. പക്ഷെ നീ ഞങ്ങളുടെ ദുശ്ശലയുടെ ഭർത്താവായതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയാണ്. ഇനി നീ ഇതുപോലത്തെ അവിവേകങ്ങൾ പ്രവർത്തിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് നീ നിന്റെ ക്രൗര്യം കാണിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. ജയദ്രഥ, നീ പോയി നന്നായി താമസിച്ചോളൂ. നിന്റെ ദാസ്യത്തിൽ നിന്ന് ഞാൻ നിന്നെ മുക്തനാക്കിയിരിക്കുന്നു. നീ ഇനി തിരിച്ചു പൊക്കോളൂ എന്ന്. അങ്ങനെ ജയദ്രഥൻ വിറയ്ക്കുന്ന കൈകളുമായിട്ട് അവിടെ നിൽക്കുന്നവരെല്ലാം മടങ്ങിയതിന് ശേഷം ആ സമയത്ത് ദ്രൗപദിക്കും ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഉള്ളിൽ അവനോടൊരു കരുണ തോന്നി. അപ്പം അവനെ നേരത്തെ കൊല്ലണമെന്നുള്ള അഭിപ്രായത്തിൽ നിന്നിരുന്ന ദ്രൗപദി ആ സമയത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ, അവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അതിഭയങ്കരമായിട്ടുള്ള അപമാനത്താല് ഇനി ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജയദ്രഥൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ തിരിച്ച് രാജ്യത്തിലേക്കല്ല പോയത്. അവൻ ഗംഗാതീരത്തേക്ക് പോയിട്ട് അവിടെ ശിവഭഗവാനെ അതിഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവൻ പാണ്ഡവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വരം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ശിവഭഗവാൻ പറഞ്ഞു, പാണ്ഡവരിലെ അർജുനൻ ഒഴികെ ബാക്കി 4 പേരെ വേണമെങ്കിൽ നിനക്ക് തടഞ്ഞു നിർത്താം. പക്ഷെ അർജുനനെ പോരില് തടഞ്ഞു നിർത്താൻ പോലും നിനക്ക് സാധ്യമല്ല. അർജുനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 3 ലോകങ്ങളിലുള്ള ആർക്കും സാധ്യമല്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. അവൻ നരനാരായണന്മാരിൽ നരന്റെ അംശമാണ്. നാരായണനാണെന്ന് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്
ഒരു സൃഷ്ടിയാരംഭം മുതലുള്ള ഒരു കഥ പരമശിവൻ ഈ ജയദ്രഥനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവിടെ ലോകാവസാന കാലത്ത് ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള തീപിടുത്തമുണ്ടായി. അതിനുശേഷം അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മഴ കൊണ്ട് ഈ ഭൂമി മുഴുവനും മൂടിപ്പോയി. ആ സമയത്ത് വിഷ്ണു നിദ്രയിലേക്ക് വീണു. ആ നിദ്രയിലേക്ക് വീഴുന്ന സമയത്ത് ഭഗവാനോടൊപ്പം ഈ ലോകം മുഴുവനും ഉറങ്ങി. ഭഗവാന്റെ ഉള്ളിൽ ലോകം മുഴുവനും അടങ്ങി. അങ്ങനെ ലോകത്തിന് ഉള്ളിൽ മുഴുവനും അടക്കിയിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര പുറത്തേക്ക് വന്നു. ആ താമരയിൽ എല്ലാവരെയും പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവ് തന്റെ മനസ്സിന്റെ സങ്കല്പം കൊണ്ട് സപ്തർഷിമാരായിട്ടുള്ള മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹ്യൻ, ക്രതു, വസിഷ്ഠൻ, നാരദൻ, ഭൃഗു എന്നിവരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരെ സൃഷ്ടികർമ്മങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഈ ഒരു ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നാരായണൻ ഒരിക്കലും മാറ്റമില്ലാതെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രളയം കഴിയുമ്പോഴും നാരായണൻ ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കും. പരമശിവൻ തുടരുകയാണ്. അങ്ങനെ ഭൂമിക്ക് കാലാകാലങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നാരായണൻ പല രൂപങ്ങളിൽ ഭൂമിയിലേക്ക് അവതരിച്ചിട്ടുണ്ട്. ആദ്യം വന്നത് ഒരു വരാഹത്തിന്റെ രൂപത്തിലാണ്. ജലത്തിലേക്ക് ഭൂമി താഴ്ന്നു പോകുന്ന സമയത്ത് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരാഹ രൂപത്തിൽ ഭൂമിയിലേക്ക് നാരായണൻ അവതരിച്ചു. അതിനുശേഷം പിന്നെ ഒരു പകുതി മനുഷ്യന്റെയും പകുതി സിംഹത്തിന്റെ രൂപത്തില് ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് തന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചു. പ്രഹ്ലാദന്റെ മകന്റെ മകനായിട്ടുള്ള ബലി ഈ ഭൂലോകം ഭരിക്കുന്ന സമയത്ത് അവന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് വാമനന്റെ രൂപത്തിൽ വീണ്ടും നാരായണൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അതിനുശേഷം വീണ്ടും ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് യാദവകുലത്തിലെ ശ്രീകൃഷ്ണന്റെ രൂപത്തിലാണ്. ആ കൃഷ്ണൻ അർജുനനോടൊപ്പം നിൽക്കുന്നത് കാരണം ജയദ്രഥ, നീ അർജുനനെ എതിർക്കുന്ന കാര്യം പോലും നീ ആലോചിക്കണ്ട. അവര് ഒറ്റത്തേൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നിനക്ക് ബാക്കിയുള്ള 4 പേരെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ടുള്ള വരം ഞാൻ തരികയാണ്. അർജുനെ മാത്രം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വരം കൊടുത്തിട്ട് ശിവഭഗവാൻ അപ്രത്യക്ഷനായി. ജയദ്രഥൻ നിരാശയോട് കൂടിയിട്ട് തന്റെ രാജ്യത്തിലേക്ക് തിരിച്ച് പോവുകയും ചെയ്തു. ഇനി നമ്മളെ പുതിയൊരു ഉപപർവത്തിലേക്ക് കടക്കുകയാണ്. രാമോപാഖ്യാന പർവം എന്നാണ് പേര്. ഇത് രാമായണത്തിലെ കഥ തന്നെ വളരെ ചുരുക്കി മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറയുന്നതായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജനമേജയൻ വീണ്ടും വൈശമ്പായനോട് ചോദിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോയ ദ്രൗപദിയെ ജയദ്രഥനിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം പിന്നെ പാണ്ഡവന്മാർ എന്താണ് ചെയ്തത്? ആ കഥകളെല്ലാം അങ്ങൊന്ന് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. തന്റെ ഭാര്യയ്ക്കും ഉണ്ടായിട്ടുള്ള ഈ ഒരു ഗതികേട് കൊടുത്തിട്ട് യുധിഷ്ഠിരൻ വീണ്ടും വ്യാകുലചിത്തനായിട്ട് തീർന്നു. തന്റെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലി അവൾ ഏറ്റവും പതിവ്രതയായിട്ടുള്ളവളാണ്. അവള് എല്ലാ ബ്രാഹ്മണരെയും പൂജിക്കുന്നവളാണ്. അവൾ ആർക്കും ഒരു പാപവും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള അവൾക്ക് ഇങ്ങനെ ഒരു ക്ലേശം വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? അവള് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇതുവരെ. പുണ്യവതിയായിട്ടുള്ള ദേവിയുടെ പുനർജന്മമായിട്ടുള്ള പാഞ്ചാലിക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വരാൻ വേണ്ടിയിട്ട് കാരണം എന്താണ്? അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയിട്ട് മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിൽ ചെന്നിട്ട് ഈ ഒരു പ്രശ്നം അവതരിപ്പിച്ചു. പാഞ്ചാലിക്കും ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇത്രയൊക്കെ ധർമ്മിഷ്ഠരായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർവിധി വരാൻ വേണ്ടിയിട്ട് കാരണം? അങ്ങ് അത് എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറയാണ്, യുധിഷ്ഠിര, നീ രാമൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥ നീ കേൾക്കണം. രാമൻ അതിശക്തനായിട്ടുള്ള രാജാവായിരുന്നു. അവന്റെ ഭാര്യയായിട്ടുള്ള സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ആ രാക്ഷസരാജാവ് മായാവേഷത്തിൽ വന്നിട്ട് സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ജഡായു എന്ന് പറയുന്ന ഒരു പക്ഷി വന്ന് അവനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ജഡായുവിന്റെ ചിറക് വെട്ടിമാറ്റിയതിന് ശേഷം അവൻ സീതയെ അപഹരിച്ചുകൊണ്ട് സ്വന്തം രാജ്യമായിട്ടുള്ള ലങ്കയിലേക്ക് പോയി. സുഗ്രീവൻ എന്ന് പറയുന്ന വാനരരാജാവിന്റെ സഹായത്തോടു കൂടിയിട്ട് രാമൻ ലങ്കയിൽ ചെന്നിട്ട് രാവണനെ കൊന്നു, സീതയെ വീണ്ടെടുത്തു. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങീ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേ രാമനെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണമെന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. അങ്ങ് ആ കഥ ഞങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞു തന്നാലും എന്ന് പറയും. അങ്ങനെ രാമായണ കഥ ഈ മഹാഭാരതത്തില് വ്യാസഭഗവാൻ മാർക്കണ്ഡേയ മഹർഷി പറയുന്നു എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. പണ്ട് ഇക്ഷ്വാകു വംശത്തില് അജൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അജന്റെ വളരെ ധീരനും ധർമ്മിഷ്ഠനുമായിട്ടുള്ള പുത്രനായിരുന്നു ദശരഥൻ. ദശരഥന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേര് കൗസല്യ, കൈകൈ, സുമിത്ര. കൗസല്യയ്ക്ക് ഉണ്ടായ മകനാണ് രാമൻ.
കൈകേയിക്കുണ്ടായ മകനാണ് ഭരതൻ. ലക്ഷ്മണനും ശത്രുഘ്നുമാണ് സുമിത്രയുടെ പുത്രന്മാരായിട്ട് അറിയപ്പെട്ടത്. അക്കാലത്ത് വിദേഹം എന്ന് പറയുന്ന രാജ്യത്ത് ജനകൻ എന്ന് പറയുന്ന രാജാവിന് സീത എന്ന പേരിലുള്ള ഒരു മകളുണ്ടായി. അയോനിജയായിട്ട്, അതായത് അവളെ ഒരു സ്ത്രീ പ്രസവിച്ചതായിട്ടല്ല, രാമന്റെ ഭാര്യയാകാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് തന്നെ നേരിട്ട് സൃഷ്ടിച്ചവളാണ് ജാനകി എന്ന് പറയുന്ന സീതയെ. ഇങ്ങനെയാണ് രാമന്റെയും സീതയുടെയും ജന്മം. ഇവിടെ വളരെ ചുരുക്കത്തിലാണ് രാമായണ കഥ പറഞ്ഞു പോകുന്നത്. ഇനിയും രാവണന്റെ ജന്മം എങ്ങനെയാന്ന് പറയും. രാവണന്റെ പിതാമഹൻ ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ള പ്രജാപതിയായിരുന്നു. സ്വയംഭൂവും സർവലോക പ്രഭുവുമായിട്ടുള്ള തൊഷ്ടാവിന്റെ മാനസപുത്രനായിരുന്നു പുലസ്ത്യൻ. പുലസ്ത്യന് ഗോവെന്ന് പറയുന്ന ഒരു സ്ത്രീയില്, ഒരു ദേവസ്ത്രീയില് വൈശ്രവണൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. സ്വന്തം പിതാവായിട്ടുള്ള പുലസ്ത്യനെ വെടിഞ്ഞിട്ട് വൈശ്രവണൻ ബ്രഹ്മാവിനോടൊപ്പമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുലസ്ത്യന് തന്റെ മകനോട് അത്ര പ്രിയം പോരായിരുന്നു. പുലസ്ത്യൻ ഒരു ശത്രുതാമനോഭാവത്തോടു കൂടിയിട്ടാണ് തന്റെ മകനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് എല്ലാവിധത്തിലും അവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. വൈശ്രവണനെ തന്നോട് സ്നേഹം കാണിക്കാതെ, തന്റെ പിതാമഹനായിട്ടുള്ള തന്നോട് സ്നേഹം കാണിക്കാതെ തന്റെ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ പുത്രന്റെ പ്രവൃത്തി, വൈശ്രവണന്റെ പ്രവൃത്തിയിൽ പുലസ്ത്യന് അതിയായിട്ടുള്ള ദേഷ്യമുണ്ടായി. ആ ക്രോധത്തിൽ നിന്നും പുലസ്ത്യൻ സ്വന്തം വംശത്തെ പുതിയൊരു ജന്മത്തിലേക്ക് കടത്തി. അങ്ങനെ ഉണ്ടായ ഒരു ബ്രാഹ്മണനാണ് വിശ്രവസ് എന്ന് പറയുന്നത്. വൈശ്രവണനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിശ്രവസിനെ പുലസ്ത്യൻ സൃഷ്ടിച്ചത്. ഇതറിഞ്ഞ ബ്രഹ്മാവിന് വൈശ്രവണനോടുള്ള പ്രീതി വർദ്ധിച്ച് അവന് അമരത്വം കൊടുത്തു. അതിനോടൊപ്പം തന്നെ ധനങ്ങളുടെ ദേവതയായിട്ട് വൈശ്രവണനെ മാറ്റി. ലോകപാല സ്ഥാനവും ശിവന്റെ സഖിത്വവും വൈശ്രവണന് ബ്രഹ്മാവ് വരമായിട്ട് കൊടുത്തു. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വൈശ്രവണന് നളകൂപൻ എന്ന് പറയുന്ന ഒരു മകൻ കൂടി ജനിച്ചു. അതിനു പുറമെ രാജധാനിയായിട്ട് രാക്ഷസന്മാർ ഭരിക്കുന്ന ലങ്ക എന്ന് പറയുന്ന രാജ്യം വൈശ്രവണന് വേണ്ടിയിട്ട് ബ്രഹ്മാവ് കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ യഥേഷ്ടം പറന്നു പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന പുഷ്പവിമാനവും ബ്രഹ്മാവ് വൈശ്രവണന് സമ്മാനമായിട്ട് കൊടുത്തു. വിശ്രവസ് എന്ന് പറയുന്ന വിശ്രവസ് ലങ്കയില് തന്റെ പാതി സഹോദരനായിട്ടുള്ള കുബേരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വൈശ്രവണന്റെ അടുത്ത് ചെന്നിട്ട് കോപത്തോടു കൂടിയിട്ട് അവന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്റെ സഹോദര സ്ഥാനത്ത് വന്നിരിക്കുന്ന തന്റെ പിതാവിന്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈശ്രവണൻ തന്നെ കൊണ്ടാവും വിധമൊക്കെ യത്നിച്ചുകൊണ്ടിരുന്നു. വിശ്രവസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 രാക്ഷസ കന്യകമാരെ വിശ്രവസിനെ എല്ലാ സമയത്തും ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു. രാഗ, മാലിനി, പുഷ്പോൽക്കട എന്നീ പേരുകളായിരുന്നു ഈ രാക്ഷസിമാർക്കുണ്ടായിരുന്നത്. അവർ അതീവ സുന്ദരിമാരായിരുന്നു. അവര് വൈശ്രവസിന് മുമ്പില് അദ്ദേഹത്തിനെ എല്ലാവിധത്തിലുള്ള സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന്റെ ദേഹശുശ്രൂഷ ചെയ്തും നൃത്തം സംഗീതം കൊണ്ടുമൊക്കെ അവര് വേണ്ട വിധത്തില് വിശ്രവസിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവരുടെ ശുശ്രൂഷയില് സംപ്രീതനായിട്ടുള്ള വിശ്രവസ് ഓരോ പരിചാരികയ്ക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുട്ടികൾ ഉണ്ടാകട്ടെ എന്നുള്ള വരം കൊടുത്തു. പുഷ്പോൽക്കടയുടെ പുത്രനായിട്ട് രാവണനും കുംഭകർണനും ജനിച്ചു. മാലിനിക്ക് ഒരു പുത്രനുണ്ടായി, അവനാണ് വിഭീഷണൻ. രാഗയ്ക്ക് 2 മക്കളുണ്ടായി, അവരാണ് ഖരനും ശൂർപ്പണകയും. സ്വഭാവം കൊണ്ട് വിഭീഷണന് രാക്ഷസ ഗുണങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ധർമ്മർഷകനും വളരെയധികം ധർമ്മശാലിയുമായിട്ടുള്ള ഒരുവനായിട്ടാണ് വളർന്നു വന്നത്. രാക്ഷസ ശ്രേഷ്ഠനായിട്ടുള്ള ദശഗ്രീവൻ, അവന് 10 തലകളുണ്ടായിരുന്നു. അവൻ മഹോത്സാഹിയും മഹാവീരനുമായിട്ട് അവരുടെ എല്ലാം നേതാവായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുംഭകർണൻ യുദ്ധത്തില് എല്ലാവരെ കഴിഞ്ഞും മികച്ചവനായിരുന്നു. പക്ഷെ അവന് നിദ്രയിലായിരുന്നു കൂടുതൽ താല്പര്യം. വിഭീഷണൻ വളരെ ധർമ്മചാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട് തീർന്നു. ദശഗ്രീവൻ എന്ന പേരിലുള്ള രാവണൻ, അവൻ വലിയ ഒരു പോരാളിയായിട്ട് തീർന്നു. അതോടൊപ്പം തന്നെ ശൂർപ്പണകയും ഖരനും ഇവരെ രാക്ഷസ പ്രമുഖന്മാരായിട്ട് മാറി. ഇവരെല്ലാവരും എല്ലാ രീതിയിലുമുള്ള ഈ പുത്രന്മാരെല്ലാവരും തങ്ങളുടെ അച്ഛനായിട്ടുള്ള വിശ്രവസിൽ നിന്നും വേദങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവര് ആ സമയത്ത് വിശ്രവസിനോടൊപ്പം ഗന്ധമാന പർവ്വതത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ലങ്കയും അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ അവിടെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായി. അങ്ങനെ അതിനുള്ള ശക്തി നേടാൻ വേണ്ടിയിട്ട് അവര് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്
ഘോരമായിട്ടുള്ള തപസ്സിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. രാവണൻ 1000 വർഷം രാവണൻ വായു ഭക്ഷിച്ച് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് 1000 വർഷം തപസ് ചെയ്തു. അലസനായിട്ടുള്ള കുംഭകർണൻ കിടന്നുകൊണ്ടാണ് തപസ് ചെയ്തത്. അവൻ കൊഴിഞ്ഞുവിടുന്ന ആലിലകൾ മാത്രം ഭക്ഷിച്ച് വ്രതത്തോടു കൂടിയിട്ട് കിടന്നുകൊണ്ട് തപസ് ആരംഭിച്ചു. ഇവർ രണ്ടുപേരും തപസ്സിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഖരനും ശൂർപ്പണഖയും അവർക്ക് എപ്പോഴും കാവലായിട്ട് നിന്നിരുന്നു. അങ്ങനെ 1000 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ട് പിതാമഹനായിട്ടുള്ള ലോകപാലകനായിട്ടുള്ള ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അവർക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ദശഗ്രീവൻ പറഞ്ഞു, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവന്മാർക്കോ അസുരന്മാർക്കോ യക്ഷഗന്ധർവാദികൾക്കോ സർപ്പങ്ങൾക്കോ സാധിക്കരുത്. അവൻ മനുഷ്യർ ദുർബലരാണെന്ന് കണ്ടിട്ട് മനുഷ്യരെ മനഃപൂർവ്വം അവൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം അവൻ നിഷേധിക്കുകയാണ് ചെയ്തത്. മനുഷ്യർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള വലിയൊരു അഹങ്കാരം രാവണനുണ്ടായിരുന്നു. അങ്ങനെ ആ വരം മനുഷ്യനെ നിഷേധിച്ച് കണ്ടിട്ട് ബ്രഹ്മാവ്, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവന്മാർക്കോ അസുരന്മാർക്കോ ഗന്ധർവ യക്ഷ കിന്നരന്മാർക്കോ സർപ്പങ്ങൾക്കോ സാധിക്കാതെ വരട്ടെ എന്നുള്ള വരം കൊടുത്തു. അതിനോടൊപ്പം തന്നെ കുംഭകർണനോട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞത്, എനിക്ക് നിദ്രാവൃതമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നിദ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വരം ബ്രഹ്മാവ് കൊടുത്തു. 6 മാസക്കാലം തുടർച്ചയായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള വരമാണ് കുംഭകർണൻ നേടിയെടുത്തത്. അതിനുശേഷം വിഭീഷണനും ഇവരോടൊപ്പം അവിടെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഭീഷണനോട്, ഉണ്ണി നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു. വിഭീഷണൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഭഗവാനെ, അത്യാപത്തിൽ പെട്ടുപോയാലും എൻ്റെ മനസ്സ് ധർമ്മത്തിൽ നിന്നും മാറാതെ നിൽക്കണേ. അതോടൊപ്പം തന്നെ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ബ്രഹ്മാസ്ത്രം പ്രയോഗം എൻ്റെ മനസ്സിലേക്ക് വരണേ. ഈ 2 വരങ്ങളാണ് ചോദിച്ചത്. ഇത് കേട്ടിട്ട് സംപ്രീതനായിട്ടുള്ള ബ്രഹ്മാവ് ആ വരം കൊടുത്തു. അതോടൊപ്പം തന്നെ അവൻ ചോദിക്കാതെ തന്നെ അവന് അമരത്വവും കൊടുത്തു. അങ്ങനെ വിഭീഷണനും അമരന്മാരിൽ ഒരാളായിട്ട് മാറി. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. വരബലത്താല് അഹങ്കാരിയെ തീർന്ന ദശഗ്രീവൻ വലിയ പടയോടുമൊത്ത് ലങ്കയിലേക്ക് എന്നിട്ട് കുബേരനെ യുദ്ധം ചെയ്തിട്ട് ആ ലങ്കയിൽ നിന്നും ഓടിച്ചു. വൈശ്രവണൻ തന്റെ പുഷ്പവിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുഷ്പവിമാനം ബലമായിട്ട് ദശഗ്രീവൻ അവിടെ തടഞ്ഞു വെച്ചു. തനിക്കുണ്ടായിട്ടുള്ള അപമാനം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദശഗ്രീവനെ വൈശ്രവണൻ ശപിച്ചു. ഈ വിമാനം ഒരിക്കലും നിന്റേതായിട്ട് നിൽക്കുകയില്ല, അതോടൊപ്പം തന്നെ ഇതോടുകൂടിയിട്ട് നിന്റെ നാശം ആരംഭിക്കുകയും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ദുഃഖത്തോടു കൂടിയിട്ട് വൈശ്രവണൻ തന്റെ കൂട്ടത്തിലുള്ള ഗന്ധർവന്മാരും ഒത്തിട്ട് ഗന്ധമാന പർവ്വതത്തിലേക്ക് പോയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ശക്തനായിട്ടുള്ള വൈശ്രവണനെ ധർമാത്മാവായിട്ടുള്ള വിഭീഷണൻ പിന്തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കണ്ടിട്ട് സന്തുഷ്ടനായിട്ടുള്ള വൈശ്രവണൻ വിഭീഷണനെ യക്ഷരാക്ഷസ സൈന്യങ്ങളുടെ ആധിപത്യം നൽകി അനുഗ്രഹിച്ചു. നരന്മാരെ ഭക്ഷിക്കുന്നവരും ക്രൂരന്മാരുമായിട്ടുള്ള ലങ്കാവാസികളായിട്ടുള്ള രാക്ഷസന്മാരെല്ലാവരും കൂടി തങ്ങളുടെ രാജാവായിട്ട് ബലവാനായിട്ടുള്ള ദശഗ്രീവനെ അവരെ അഭിഷേകം ചെയ്തു. രാവണൻ കാമരൂപിയായിരുന്നു. അവന് ഇഷ്ടമുള്ള രൂപമെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തെ വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ അവൻ ബലം കൊണ്ട് കൈക്കലാക്കി. ലോകങ്ങൾക്ക് രാവം അല്ലെങ്കിൽ രോദനം ഉണ്ടാക്കുന്നവൻ എന്നുള്ള പേരില് അവന് രാവണൻ എന്നുള്ള പേരിൽ അവൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനിയും എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.